ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം. ആദ്യം തന്നെ നേരെ എണീറ്റപാടെ ഒരു ഗ്ലാസ് ഹോർലിക്സും 2 കാടമുട്ടയും കഴിക്കും. നെക്സ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ ബെഡ് വെച്ചിട്ടുള്ളതാണ്. ബെഡ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അന്നൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ അതൊന്ന് വിരിച്ച് ഉഷാറായാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ എണീറ്റ പാടെ നമ്മൾ ബെഡൊക്കെ നീറ്റായി വിരിച്ച് അന്ന് നല്ല നമ്മൾ പ്രൊഡക്റ്റീവായിരിക്കും. ശ്രമിച്ചൊക്കെ ട്രൈ ചെയ്തൊക്കെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ആണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ബെഡാണല്ലോ ഫസ്റ്റ് കാണുക. അപ്പോൾ ആ ബെഡ് നല്ല നീറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് തന്നെ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനത്തെ ഒരു ഫീലായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം. സംഭവം വർക്കൗട്ടാണ്. ഇനി നമുക്ക് സ്കിൻ കെയർ 40 മടയത്താലും തേച്ചിട്ട് പിന്നെ അത് കുറച്ച് നേരം വെച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം മഞ്ഞളും രക്തചന്ദനവും അതുപോലെ തൈരും റോസ് വാട്ടറും ഒക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും. പിന്നെ ഇന്ന് വ്ലോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ ഇതാണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് വിഷ്ലിസ്റ്റ് വെച്ച 2 ബാഗുകളാണ്. കോംബോ ഓഫറാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കാരണം അത്രക്ക് അടിപൊളി കളറാണ്. രണ്ടും വേർത്ത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസില്ല, അടിപൊളി. ആ ഫസ്റ്റത്തെ ബാഗ്, ആ ചെറിയ ബാഗ് ഉണ്ടല്ലോ, സ്ലിംഗ് ബാഗ്, അത് കുറച്ച് ലെങ്ത് ഉണ്ട്, കുഴപ്പമില്ല. മറ്റേ ടോട്ട് ബാഗ് ഒന്നും പറയല്ല, ഇഷ്ടം പോലെ സാധനം കൊള്ളും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി ബാഗാണ്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ ഷെയർ ആക്കാം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടക്കാനുള്ള. അതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ മോരുകറിയും ചിക്കനും ചോറുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കോളേജിലത്തെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ 6 മണി ആ ടൈം ആയപ്പോൾ ഒന്ന് കൊട്ടിക്കലാശല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് റാലിയും ഇതൊക്കെ പോകണുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.